ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കരിമീൻ കറിയുടെ റെസിപ്പി ആട്ടോ. ഈസി എന്ന് ഞാൻ പറയാൻ കാര്യം ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാനുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഇത് ചെയ്യുന്നുണ്ടാവും. ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 600 ഗ്രാമോളം ഉണ്ടായി. കഴുകി വൃത്തിയാക്കി വന്നപ്പോൾ എന്തോരം ഉണ്ടായിന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കണേ. ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ, 1/2 ടീസ്പൂണൊന്നും ഇല്ല, കുറച്ച് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. അത് ചതച്ചിട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയാണ്. അതിപ്പോൾ ഏകദേശം 1 കപ്പ് അളവിൽ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത്, നമ്മൾ ആദ്യം കറിയിൽ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഉലുവപ്പൊടി ചേർക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ പിഞ്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി മതിയേ. പിന്നെ അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അത് വേറെ ഒന്നിനല്ല, നമ്മൾ ഈ അരപ്പിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഓരോരുത്തർ ചെയ്യണതിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാനതിലേക്ക് ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്ത ആ പൊടികളുടെയൊക്കെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. ആ ഒരു സമയം നമ്മളുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളമാണ്, ചെറിയ ചൂടിലുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണത്തിന് ഞാൻ ചെറിയ പീസസ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണവരെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ മീനും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ നേരത്തെ ഇടരുത്, കാരണം കരിമീനല്ലേ പെട്ടെന്ന് പൊടിഞ്ഞിട്ട് പോകുമല്ലോ. അതുകൊണ്ട് തിളച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കുക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊക്കെ തിളക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വീണ്ടും ആ കരിമീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് കുക്ക് ചെയ്യുക. എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിലവർ ഉള്ളി അരിഞ്ഞിട്ട് താളിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ഉള്ളിയൊക്കെ ഇട്ട് റെഡിയാക്കിയത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതുവരെ വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ഈ പേജ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.